ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഞാനല്ല, ഈ കെ നയനാർ ഒരു വിഷയം നിക്ഷേപിച്ചു. അതിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ. ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം അമീർ പ്രവേശിച്ചു. 7 പ്രാവശ്യം. അമീനെ പറഞ്ഞേക്കുന്നതല്ല, പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇഷ്യൂ. അതിനാണ് ഇതുവരെ കൃത്യമായി പഠിപ്പിച്ചത്. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്നലത്തെ കേരള നിയമസഭയിലെ പോലീസ് അതിക്രമണത്തെക്കുറിച്ച് ചർച്ചയ്ക്കിടയിൽ LDF അംഗങ്ങളിൽ നിന്നുണ്ടായ ഏകപക്ഷീയമായ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശനം, ആക്രമണങ്ങൾ, അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയുന്നത് ശരിയാണെന്ന് തോന്നി. ഞാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് 21 വർഷങ്ങൾ പൂർത്തിയായി. 2004 കേരള മിഷൻ രാഷ്ട്രീയത്തിൽ അതിനുശേഷം എന്നെക്കുറിച്ചും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും ഇരുപത്തൊന്ന് വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയും വൈകണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തോന്നില്ല. കഴിഞ്ഞ 21 വർഷമായി LDF എന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ചേർത്തല സ്കൂളിൽ ഗുരുദേവന്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടുകാർ ഒരുമിച്ച് ആചരിക്കുന്നതാണ്. 2 പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിന്റെ പേര് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവിന് എന്റെ കാലഘട്ടത്തിൽ ചേർത്തലയിലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേർത്തല സ്കൂളിന്റെ സ്ഥാപനത്തിൽ ഗുരുദേവൻ നൽകിയ സംഭാവനയെ കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ആ കത്സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ ഞാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PG ജോസഫിന് കത്തയച്ചു. ഉടൻ തന്നെ PG ജോസഫ് എന്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം
ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. ചേർത്തല ഗവൺമെന്റ് ശ്രീനാരായണ ഹൈസ്കൂളിൽ നൽകി. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചാണ്. ശിവഗിരിയിൽ എത്രയോ തവണ കോൺഗ്രസിലുണ്ടായപ്പോൾ, APC ഉണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ കാര്യം അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ, ക്രിമിനൽ നിയമത്തിൽ പതിയിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95 മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിൽ വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണം ഏൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കായുവൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധി എഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷമുണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല. അവയെ പടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. 2 ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെന്റ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞു. ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയെ കൂട്ടരും പോയി. അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി.
രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം. മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം. അതിന് പോലീസിന്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കും. അങ്ങനെ കീഴ്ക്കോടതി വിധി ഉണ്ടായി. ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാളുകൾ 4 മാസം നടന്നു, എതിർക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അവര് പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറച്ചുകൂടെ ഞങ്ങൾ കാത്തിരുന്നു, ഏതാനും ആഴ്ച കൂടി. അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ട് എല്ലാവരും ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വലിയാണ്ടാകും, ഗവൺമെന്റ് പ്രതികൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിന്റെ കൂടി വിജയിച്ചവരും ശിവഗിരിയിലേക്ക് യാത്ര എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല, ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാൻ മറുഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമമായിട്ട് നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് പോലീസ് അവിടെ ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചത്. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ പോയി, പിന്നെ ആരും പറയാനില്ല. ഇന്നലെ തന്നെ പറഞ്ഞു, പക്ഷെ സംഭവിച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശിവഗിരി സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 90 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFന്റെ മുഖ്യമന്ത്രി ഇരിക്കെ നയനാർ ആഭ്യന്തര വകുപ്പ് കയറ്റുമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസിന്റെ ഉത്തരവാദിത്തം, ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടുനിന്ന് അന്വേഷിച്ച ശേഷം വിശദമായ ഒരു റിപ്പോർട്ട്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അറിയിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അത് മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ്, എന്റെ കയ്യിലല്ല, ഈ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ റിപ്പോർട്ട് ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കുക. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക, ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. രണ്ടാമത് സംഭവം മുത്തങ്ങ സംഭവം എന്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിലും. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിൽ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി. ശ്യാം യോഗത്തിൽ, ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, കേരളം ഞാൻ കേരളം എടുത്തു കിട്ടി. രണ്ടാമത്താണ് മുത്തങ്ങ സംഭവം. അതും ഇന്നലെ പ്രാവശ്യു. മുത്തങ്ങ സംഭവം കഴിച്ചിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെടുത്തോടെ പറയും. അദ്ദേഹം പറഞ്ഞു, അസംബ്ലി പ്രസംഗിച്ചതാണ്, തേക്കാനുള്ള പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ട് കരിച്ചു 10 ആദിവാസികളെ. ഇവിടെ എന്താ സംഭവിച്ചത്? ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ്, ഞാൻ നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ, വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ, വേദാന്തപുരം എസ്റ്റേറ്റ് ഉൾപ്പെടെ, മലപ്പുറത്ത്, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, ഇതിന്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ആറളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ഫാമിന്റെ എനിക്കറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി. ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്ന പദ്ധതി രൂപീകരിച്ച് ഞാനതിന് തറക്കല്ലിട്ടു. ഞാൻ 3ാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതോടുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമിയിൽ നല്ല ഒരുപാട് കാര്യം ചെയ്താവാം. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുറ്റികരിച്ച അവസരം എന്താണ് സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മൃഗസംരക്ഷണത്തിലെ വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അനൈക്യ പ്രേരണയിൽ കുറെ ആദിവാസികൾ കയറി കുടികഴിച്ചു. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പറയാം, നിങ്ങൾ പഴയ അന്നത്തെ വയനാട് എഡിഷൻ മാധ്യമം നോക്കണം. എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷന്റെ പത്രങ്ങൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുള്ളി കെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കിയുള്ളൂ. പക്ഷേ പോലീസ് ആക്ഷൻ കഴിയുമ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മാറ്റം.
അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി, ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് ഒരു ആൾക്കാർ അവിടെ വന്നു. അവരുടെ വളരെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയി പഠിക്കുന്നത്, കോൺഗ്രസ് അല്ല, CBI ഒരുക്കി. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് പിന്നിലുള്ള സംഭവങ്ങളെ കുറിച്ച് CBI അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തത്? ആർക്കെതിരെ നടപടി ആവശ്യമില്ല. ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക, ജനങ്ങൾ അറിയട്ടെ. അവസാനമായ ഒരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി വഹിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെന്റ്, UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല. മുത്തങ്ങ വന്യമൃഗസങ്കേതം നിലപാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം PS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഗവൺമെന്റുകളാണ്. അവരുടെ കാലത്ത് അന്ന് വന്യമൃഗസങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അന്ന് ആദിവാസികളെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെന്റ് മിനിസ്ട്രി കത്ത് കേരള ഗവൺമെന്റ്. തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല. അവരുടെ താക്കീത് കൂടി വന്നതിന് ശേഷമാണ് ആക്ഷൻ ഉണ്ടായത്. അതിനെല്ലാം കുറിച്ച് CBI അന്വേഷണം വന്നു. ആ റിപ്പോർട്ട് ഗവൺമെന്റ് അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് 21 വർഷമായി. പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായി മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവ് അല്ല, റിട്ടയറും അല്ല. റിട്ടയറും അല്ല. റിട്ടയർ ചെയ്യാൻ മരണം വരെ റിട്ടയർ ചെയ്തിട്ടില്ല. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് ഭരിക്കണം. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കുന്നത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിന്റെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടി കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇല്ല വസ്തുത. അത് ഗവൺമെന്റ് ആവും. ഈ അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല, നേരെ ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനുള്ളിൽ LDFന്റെ ഭരണം അവിടെ ആദിവാസികളെ പുനരധിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം പഴി. പക്ഷെ അവർ 15 വർഷം വെച്ചിട്ടും അവർ ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ. മറ്റൊന്ന്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്ച്വറിയിൽ കുടിൽ കെട്ടി, അവിടെ കുടിൽ കെട്ടാൻ വയ്യാത്ത കുടി വെട്ടി ആദിവാസികളുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടി വെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിൽ കെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ? ഇതല്ലേ സത്യം. ഈ സത്യങ്ങൾ ഇരുന്നിട്ടും 21 വർഷമായിട്ട് പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഡൽഹിക്ക് പോയി. പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. ഇന്നലെ ഇവരെ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറയാൻ കാരണം. ഒന്ന്, ഞാനാണ് നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണം. എന്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസമക്ഷത്താക്കണം. ഇത് 2 മാത്രമാണ് എന്റെ അഭ്യർത്ഥന. മറ്റൊന്നും പറയാൻ ഞാൻ ചോദിക്കുന്നത്.
കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു പുതിയ സർക്കാർ വന്നപ്പോൾ അങ്ങേക്ക് തന്നെ ആവശ്യപ്പെടാമായിരുന്നു. എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അവളാണെന്ന് എനിക്കറിയാലോ. അവിടെ എന്റെ ഗവൺമെന്റ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ ഇസ്ലാമികർക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെന്റിന് എനിക്കറിയാം. ഞാൻ നിശ്ചയിക്കുന്നില്ലല്ലോ. അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ഗോപിനാഥന്റെ ഒരു ആത്മകഥയിൽ അടുത്ത ദിവസം അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇത്തരം ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായില്ല എന്ന് ഉറപ്പ് നൽകി അങ്ങയുടെ നടപടി വഞ്ചനാപരമെന്നാണ്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. അതിന് മറുപടി ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ ഇന്നലെ LDF-ന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെ കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നൊന്ന് മറുപടി പറയാറുണ്ട്. ഞാൻ അവസാനം എന്നോട് മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചത്. ഇന്നലത്തെ പ്രൊവക്കേഷനുകൾ കണ്ടപ്പോഴാണ് പ്രവൃത്തി പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് ഞാൻ പറയും. രണ്ട് നടപടിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. പടത്തിലുണ്ടായ സംഭവം, മറ്റത് ഈ സംഭവം, ഈ മുത്തങ്ങയിലുള്ള സംഭവം. ഒപ്പം തന്നെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മാറാട് കലാപം നടക്കുന്നത്. തമിഴ്നാട് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കലാപം അതിന് വ്യക്തിപരമായ ദുഃഖമുണ്ടോ? ഞാൻ ഇന്നലെ പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങയുടെ ചോദ്യം ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷെ ഇന്നലത്തെ ചർച്ചയാണ്. മാറാടിനെ കുറിച്ച് എന്റെ കാലത്ത് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ശരിക്കും റിപ്പോർട്ട് ഗവൺമെന്റിലുണ്ട്. എന്താണ് മാറാട്? ആ റിപ്പോർട്ടും കൊടുത്തു. എന്റെ ഓരോ ആക്ഷൻസ് എല്ലാം റിപ്പോർട്ടും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്. കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ ഇപ്പൊ അയ്യപ്പ സംഘം നടക്കാൻ പോയില്ലേ? പമ്പ മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നിർത്തിയ ആൾക്കാരിൽ ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും വിവാദങ്ങളിൽ ഈ സഭയിൽ ഈ പറഞ്ഞ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ ശേഷം ഈ കഥയ്ക്ക് ശേഷം അന്ന് മുഖ്യമന്ത്രി ഇച്ചിരവായു തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ പറയുന്നുണ്ട്. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇന്ന് കുഞ്ഞിരാമൻ മേനോനെ നിയമിക്കണമെന്ന കാര്യം അങ്ങയോട് വന്ന് അഭ്യർത്ഥിച്ചു. ആ കേസ് കോയമ്പത്തൂർ കോടതിയിൽ പരാജയപ്പെട്ടു പോയി. അതിൽ അന്ന് ഇപ്പോഴും ആരോപണ മുന്നിലാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ എഴുതി പരാമർശിച്ചു. ആറാട് മുത്തങ്ങയിൽ മാത്രമല്ല സാർ, അന്ന് ആഭ്യന്തര വകുപ്പ് വരുമ്പോൾ സമാനമായ നിരവധി ആരോപണങ്ങൾ പറയട്ടെ. എന്നെ പ്രോവോക്ക് സുഹൃത്ത് രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയത്തെ പറയുന്നു. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശിവഗിരിയും മുത്തങ്ങയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. രണ്ട് കോടതി വിധിയെ തുടർന്നാണ് അങ്ങനെ നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് കോടതി ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ നടപടി ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് പോലീസ് നടത്തിയ ആ നടപടികളെ ന്യായീകരിക്കുകയാണ്. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെ കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അതിന് മാറ്റി നോക്കുക. ഡൽഹിയിലേക്ക് പോയി ആവർത്തിച്ച് പോയില്ല. ഇന്നലത്തെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ് ഞാനൊന്ന് പോയി മറുപടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് ഇതൊക്കെ അറിയാമായിരുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ട സമയത്ത് മറുപടി കുസൃതി എനിക്ക് മനസ്സിലായി.
സഭയിൽ വന്നപ്പോൾ അങ്ങയുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രശ്നം. ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഇന്നലെ പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി പ്രതിപക്ഷ 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര ഷാർപ്പായി ഇങ്ങനെ സഭയിൽ പ്രതിരോധിച്ചില്ല. ഈ റിപ്പോർട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പ്രതിപക്ഷത്തെ തന്നെ പറയാനില്ല. ഈ മൂന്നാമത്തെ റിപ്പോർട്ട് പറഞ്ഞു. ഈ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് വലിയ ദുഃഖമാണല്ലേ? ഇല്ല വലിയ ദുഃഖമാണ്. സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കട്ടെ. താങ്കൾക്ക് വലിയ ദുഃഖമാണ്. ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നു. എന്റെ അവസാനത്തെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. എന്റെ അവസാനത്തെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിലാകാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല. ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, ഞാൻ എന്നോട് ഒരുപാട് പേര് അത്ഭുതം ചെയ്തിട്ടുണ്ട്. എന്നോടും നിങ്ങൾ കൊടുത്ത പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി വിളിയും എന്നോട് ആത്മഹത്യ പറയാം. ഞാൻ പ്രതിരോധ മന്ത്രി ആയിരുന്നു ഇന്ത്യൻ സർക്കാർ. ഞാൻ അവരോട് ആലോചിച്ചു ആത്മഹത്യ പറയുമ്പോൾ തുറന്നു പറയണം. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റുള്ളൂ, 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രതിജീവിതത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾ മത്സരിക്കുക റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകളുണ്ട്. അതൊക്കെ എന്റെ കോൺട്രിബ്യൂഷൻ വേണം. കോൺഗ്രസ് ഈ കാലങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്, വലിയ പ്രതിരോധത്തിലേക്കായിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസ് ഏകീകരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ അങ്ങനെ എങ്ങനെ മോശമാണെന്ന് മനസ്സിലായിരുന്നു തോന്നിയപ്പോൾ അത് പ്രതിരോധിക്കാൻ പറ്റും. താങ്കൾ പത്രപ്രവർത്തനമായി എന്റെ പ്രശ്നം കഴിഞ്ഞ 14 ലക്ഷത്തിനകത്ത് പങ്കെടുത്തു. അന്ന് എന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു. എന്റെ ഈ മൈനോറിറ്റിയാണ് പറഞ്ഞ പോയിന്റ് ഉത്തരം. അന്ന് ഞാൻ ചാനലുകളോടെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. എനിക്ക് വേണ്ടിയാണ് ആണോ അന്നത്തെ പറഞ്ഞു. അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ലക്ഷ്യം വരുമ്പോൾ ഞാൻ പറയും. പാർട്ടിക്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ അങ്ങയുടെ പാർട്ടി ഒരു യുവ നേതാവിന് ആരോപണങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കഴിയട്ടെ, ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ കടന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകകണ്ഠമായി അവർക്കൊരു നേതാവ് രാഹുൽ ഗാന്ധി അവിടെ മരിച്ചിരിക്കുക. രാഹുൽ ഗാന്ധി രാഹുൽ എന്റെ അഭിപ്രായം ഇതാണ്.
എനിക്കേ പറയാനുള്ളൂ. അല്ല, എന്നാലും പാർട്ടി നേരിട്ട വലിയ പ്രതിസന്ധിയാണ്. ഈ രാജ്യം രണ്ട് കാര്യം മാറാടും ഇവിടെ കുത്തകയിലും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം, യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററുടെ സമ്മർദ്ദം. പക്ഷെ അവിടെ പോലീസ് അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്. അത് ഞാൻ വേറെ ദിവസത്തിൽ പറയാം. ഇന്ന് പറയുന്നില്ല. ഇന്ന് ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ 2 പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. നിയമസഭയിൽ നടന്ന ചർച്ച പോലീസിന് ഭീകരവാദ ചർച്ചയാണ്. അപ്പൊ സാറ് പറയുന്നത് ഇന്ന് പറയുന്നു മുത്തങ്ങയിലും ശിവഗിരിയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള കമ്പൽഷന്റെ പുറത്താണ് ഗവൺമെന്റ് അങ്ങനെ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം അങ്ങനെ സമ്മതിക്കുന്നുണ്ടോ എന്നില്ലാണ് ഞാൻ അതിലാണ് പറഞ്ഞത്. അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ തമ്പ്യാൻ അധ്യക്ഷനായ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പോലീസ് അട്രോസിറ്റി ആണെന്ന് അന്നത്തെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സന്തുഷ്ടനല്ല, ദുഃഖിക്കുന്നവരാണ്. സന്തോഷിക്കുന്നവരല്ല. ആളുകളുടെ ചോര കണ്ട് സന്തോഷിക്കുന്നവരല്ല. നിങ്ങളെ താങ്കൾ എങ്ങനെ കോടതി ക്രിമിനൽ കേസിൽ ആൾക്കാരെ ക്രോസിംഗ് സ്റ്റാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ട. മതി. തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? പോലീസിന്റെ നടപടി ഉണ്ടായി കോടതി നിർദ്ദേശപ്രകാരമാണ്. ജീവിതത്തിൽ ശരികളും തെറ്റുകളും ധാരാളമുണ്ട്. അതിനെല്ലാം ആകത്ത് കിടക്കേണ്ടത് ഇപ്പോഴല്ല. അനുബന്ധമായിട്ട് അതായത് ശിവഗിരിയിലും മുത്തങ്ങയിലും 2 കാര്യങ്ങളാണ്. ശിവഗിരിയിൽ ഒരു ആത്മീയ കേന്ദ്രത്തിലെ പോലീസിന്റെ ഭാഗം, അതുപോലെ തന്നെ മുത്തങ്ങയിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേവലം പോലീസ് ആക്ഷൻ മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം പങ്കിടാൻ കഴിയുമോ? നിങ്ങളെ തീർച്ചപ്പെട്ട ഞാൻ സഹിക്കത്തില്ലല്ലോ. എനിക്ക് പറയാനല്ലേ പറയാൻ പറ്റുള്ളൂ. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചല്ല ഞാനല്ല, ഈ കെ നായനാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിന് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ. ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം അമീനെ പ്രവേശിച്ചു. 7 പ്രാവശ്യം അങ്ങനെ പറഞ്ഞേക്കുന്ന പോലീസ് ഇതുപോലത്തെ ഒരു ആത്മീയമായ ഒരു കേന്ദ്രത്തിൽ പോലീസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇഷ്യൂ. അതാണ് അങ്ങനെ പേരിൽ ഇപ്പോഴും ആരോപണം. അതിനാണ് ഇതുവരെ കൃത്യമായി പഠിപ്പിച്ചത്. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ തമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു. പലതരം ആളുകൾ കൂടിക്കൂടിയെന്ന് പറഞ്ഞു. അതിൽ പുറത്തുള്ള ആളുകളും കുട്ടികളും അങ്ങനെയൊക്കെ പോലീസ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ പറയാൻ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന താങ്കളുടെ പേരിലെ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. സോ താങ്കൾക്ക് ആ എ ഗ്രൂപ്പ് പത്രപ്രവർത്തനം എത്ര കൊല്ലായി? ഞാൻ 25 വർഷം. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. കാൽനൂറ്റാണ്ട് ചെറിയ ഫിലിപ്പിന്റെ ഭാഷയിൽ കാൽനൂറ്റാണ്ട് കഴിഞ്ഞു.